കോൺഗ്രസ് അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ NGO അസോസിയേഷനിലെ തമ്മിലടിയിൽ തീരുമാനമെടുക്കാനാകാതെ KPCC നേതൃത്വം. ചവറ ജയകുമാറിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് VD സതീശ് വിഭാഗം നേതാക്കൾ. നിയമപരമായി നേരിടുമെന്ന് ചവറ ജയകുമാർ വിഭാഗവും പറയുന്നു. 5 വർഷത്തിലധികമായി പ്രസിഡന്റായി തുടരുന്ന സുധാകര വിഭാഗം നേതാവ് ചവറ ജയകുമാറിനെ നീക്കി തന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തുവെന്നാണ് ജാഫർ ഖാന്റെ അവകാശവാദം. സതീശ വിഭാഗം നേതാവാണ് AM ജാഫർ ഖാൻ. തർക്കം മൂർച്ഛിച്ച് തെരുവിലെ കയ്യാങ്കളിയിലെത്തി. നിയമാവലി ഭേദഗതിക്കായി ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗം അലങ്കോലപ്പെട്ടു. എന്നാൽ ചവറ ജയകുമാർ തന്നെയാണ് ഇപ്പോഴും സംഘടനയുടെ പ്രസിഡന്റ് എന്നാണ് KPCCയുടെ ഔദ്യോഗിക നിലപാട്. KPCC നേതൃത്വം കൈവിട്ടതോടെ ഓഫീസ് വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ജാഫർ ഖാൻ വിഭാഗം നേതാക്കൾ. ഭൂരിപക്ഷം എന്നല്ല, ഏകകണ്ഠമായി നിലവിലെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എന്നെ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് നടപടിക്രമം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് അവിടെ നടന്നത്. നിലവിലെ പ്രസിഡന്റിനെ സംബന്ധിച്ചോളം അദ്ദേഹം 2 കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനനഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. ഒന്ന്, ബൈലാ ഭേദഗതിയിലൂടെ. 2, പുതിയ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ അദ്ദേഹത്തിന് പകരം പുതിയ ആളിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത സാഹചര്യത്തിൽ. അതേസമയം സംഘടനയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാർട്ടി തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതെന്നും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നും ചവറ ജയകുമാർ പറഞ്ഞു. മറുവിഭാഗം കോടതിയെ സമീപിച്ചാൽ നിയമപരമായി നേരിടുമെന്നും ചവറ ജയകുമാർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.